കഴിഞ്ഞ ദിവസം ഒരു വനിതാ ഓഫീസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാവിലെ 7 മണിക്ക് പോയതാണ്, തിരിച്ച് 9 മണിക്കാണ് രാത്രി വീട്ടിൽ കയറിയിരിക്കുന്നത്. അതും ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാം പോകുന്ന സ്ഥലങ്ങളിൽ അവർക്ക് മര്യാദക്ക് ബാത്റൂമിൽ വരെ പോകാൻ പറ്റാത്ത ഒരവസ്ഥ, അവർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ. ഇതെല്ലാം ചെയ്തിട്ടും പിന്നെയും ടാർഗറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടർമാരെല്ലാവരും വിളിച്ചു പറയും. ഈ മനുഷ്യന്മാരാണല്ലോ മനുഷ്യന്മാരെ ഒരു ഓഫീസർമാരെന്നുള്ള രീതിയിലൊരു മെഷീനുകളൊന്നുമല്ലല്ലോ, ഒരു മനുഷ്യന്മാരാണല്ലോ. അവരെ പോലും സമ്മർദ്ദത്തിലാക്കിയിട്ട് ഈ രീതിയിൽ ഇങ്ങനെ കുത്തി നിറക്കേണ്ട ആവശ്യകത എന്താണെന്നുള്ള നമുക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ SIR പൂർണ്ണമായി നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഈ ഹർജി മെൻഷൻ ചെയ്യുകയാണ്. കോൺഗ്രസും സംസ്ഥാന സർക്കാരും ഉൾപ്പെടെയുള്ള ഹർജിക്കാർ അവരുടെ ആവശ്യം ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുവരെ, അത് തീരുന്നതുവരെ ഈ SIR നിർത്തിവെക്കണമെന്നാണ്. പക്ഷേ സുപ്രീം കോടതി പൂർണ്ണമായും നിർത്തിവെക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത് ഹാജരാകുന്നത് അഭിഭാഷകൻ കൂടിയായ MP ഹാരിസ് ബീരാനാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് മുസ്ലിം ലീഗ് എടുക്കുന്നത്? 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഇതിപ്പോൾ തീവ്ര വോട്ടർ പരിഷ്കരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കേരളത്തിൽ ജനുവരി 2025 ഒരു വോട്ടർ പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയതാണ്. അപ്പോൾ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിനും അതേപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനുമുള്ള വോട്ടർ പട്ടികയിൽ ഉണ്ടാകാവുന്ന എല്ലാ മാറ്റങ്ങളും വരുത്തിയിട്ടാണ് 2025 ജനുവരിയിൽ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 8 മാസത്തിന് ശേഷം ഒരു തീവ്ര പരിഷ്കരണം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് അത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, ഇനിയിപ്പോൾ അത് കൊണ്ടുവരികയാണെങ്കിൽ പോലും ഈ പറയുന്ന 1 മാസത്തിനുള്ളിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ വോട്ടർ പട്ടിക മരവിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആർക്കും വോട്ടില്ലാത്തൊരവസ്ഥയാണ്. ഇനി എല്ലാവരും രണ്ടാമത് വോട്ടർ പട്ടികയിൽ പേര് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു വോട്ടർ പട്ടികയിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ 1 മാസ കാലയളവിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? 3 പ്രാവശ്യം ഒരു ബൂത്ത് ലെവൽ ഓഫീസർ BLOക്ക് വീടുകളിൽ കയറി ഇറങ്ങുക, ഓരോരുത്തരുടെ ഫോമുകൾ പൂരിപ്പിച്ച് തിരിച്ചു മേടിക്കുക, അതേപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്താൽ പോലും ഫിസിക്കൽ വെരിഫിക്കേഷന് അത് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ മുമ്പിൽ വരിക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ കണക്കാക്കുമ്പോൾ നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ എങ്ങനെ പുറത്താക്കണം എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ടാണ് ഈ സമഗ്ര വോട്ടർ പരിഷ്കരണം നടത്തുന്നത്, ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് നമുക്ക് ഭയപ്പെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു വോട്ട് അവകാശം എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. ആ അവകാശം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനത്തെ ഒരു എക്സസൈസുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ള ഒരു ചിന്തയിലും ഒരു ഭയത്തിലുമാണ് ജനങ്ങളെല്ലാവരും. മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കർമ്മം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇല്ലാത്ത ആളുകളുടെ വോട്ട് ചേർക്കുക എന്നുള്ളതാണ്. ഇത് അതിന് വിപരീതമായിട്ടുള്ള ഒരു പണിയെടുക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പണിയായിട്ടാണ് ഈ SIRനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ റദ്ദാക്കുകയും നിർത്തിവെക്കുകയും വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ മുസ്ലിം ലീഗിൻ്റെ ഹർജിയിൽ ഒരു പ്രത്യേകത കണ്ടത്, രാജസ്ഥാനിൽ ആത്മഹത്യ നടന്നു, കേരളത്തിൽ ആത്മഹത്യ നടന്നു, ബംഗാളിൽ രക്തസമ്മർദ്ദം ഉയർത്തിയതിനെ കുറിഞ്ഞ് ഒരു BLO മരിച്ചു. അങ്ങനെ 3 രക്തസാക്ഷിത്വങ്ങളാണ് ഇതിൻ്റെ പേരിലുണ്ടായത്. ഇതുകൂടി നിങ്ങൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. കേരള സംസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിൻ്റെ പണിയിലാണ്. അതിൻ്റെ ഇടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിട്ട് ഈ 1 മാസം 30 ദിവസത്തെ കാലയളവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യണം എന്നുള്ളതും അവർക്ക് ടാർഗറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും. നമ്മളിപ്പോൾ ഓരോ ബൂത്ത് ലെവൽ ഓഫീസർമാരും നമ്മളെ വിളിച്ചിട്ട് അവരുടെ വിഷമങ്ങൾ പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വനിതാ ഓഫീസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാവിലെ 7 മണിക്ക് പോയതാണ്, തിരിച്ച് 9 മണിക്കാണ് രാത്രി വീട്ടിൽ കയറിയിരിക്കുന്നത്. അതും ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാം പോകുന്ന സ്ഥലങ്ങളിൽ അവർക്ക് മര്യാദക്ക് ബാത്റൂമിൽ വരെ പോകാൻ പറ്റാത്ത ഒരവസ്ഥ, അവർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ. ഇതെല്ലാം ചെയ്തിട്ടും പിന്നെയും ടാർഗറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടർമാരെല്ലാവരും വിളിച്ചു പറയും. ജില്ലാ കളക്ടർമാരെ നമുക്ക് അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ജില്ലാ കളക്ടർമാർക്ക് ഡൽഹിയിലുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശമായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ഈ സമ്മർദ്ദം കാണുന്നത്. ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ആത്മഹത്യകളും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കാണുന്നത്. ഈ മനുഷ്യന്മാരാണല്ലോ മനുഷ്യന്മാരെ ഒരു ഓഫീസർമാരെന്നുള്ള രീതിയിലൊരു മെഷീനുകളൊന്നുമല്ലല്ലോ, ഒരു മനുഷ്യന്മാരാണല്ലോ. അവരെ പോലും സമ്മർദ്ദത്തിലാക്കിയിട്ട് ഈ രീതിയിൽ ഇങ്ങനെ കുത്തി നിറക്കേണ്ട ആവശ്യകത എന്താണെന്നുള്ള നമുക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 1 മാസത്തെ പ്രക്രിയ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എത്രമാത്രം വോട്ടർമാർ അതിൽ നിന്ന്
മാറ്റിയെടുക്കാം, വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയെടുക്കാം എന്നുള്ളൊരു ദുരുദ്ദേശം കൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു മാസത്തെ പീരീഡ് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവർക്കിപ്പോൾ ഇത് മര്യാദക്ക് നടത്തണമെങ്കിൽ അവർക്ക് 6 മാസത്തെ ഒരു കൊല്ലത്തെ ഒരു പീരീഡിൽ നടത്തില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പ്രവാസികളെ സംബന്ധിച്ച് ഈ 6 മാസം ഒരു കൊല്ലത്തിൻ്റെ ഇടയിലാണ് ഇത് നടക്കണമെങ്കിൽ ഈ 6 മാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ അവർക്ക് നാട്ടിൽ വരുന്ന സമയത്ത് അവരുടെ പേര് ചേർക്കാവുന്നുള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ല, മറ്റു ഹർജികളിലെ അപേക്ഷിച്ച് എനിക്ക് മുസ്ലിം ലീഗിൻ്റെ ഹർജിയിൽ എടുത്തു പറഞ്ഞ ഒരു വാക്ക്, ഇത് ഇൻഹ്യൂമൺ ആണ്, അത് BLOമാരുടെ ഒരു മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇത് ചെയ്യുന്നതെന്നാണ്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ആ കാരണങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം വെച്ചിട്ട് ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് പോകുമ്പോൾ അതിനുള്ള ചുമതലകൾ കൊടുക്കുന്നതിന് പുറമേയായിട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രത്യേക നിർദ്ദേശം പ്രകാരം ജില്ലാ കളക്ടർമാരെല്ലാം ഈ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഒരു ടാർഗറ്റ് കൊടുത്തിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരവസരം അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാനുള്ള ഒരു അവസരം പോലും കൊടുക്കാത്തുള്ള തരത്തിലുള്ള പണിയെടുക്കലാണ്. ഇപ്പോൾ എനിക്ക് ഇന്ന് തന്നെ ഒരു ഓഫീസറുടെ ഒരു മെസ്സേജ് എൻ്റെ ഇതിനകത്ത് വന്നിരിക്കുകയാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ സഹതാപം തോന്നും. ഞാനിവിടെ ഇരുന്നപ്പോഴാണ് ആ മെസ്സേജ് വന്നത്, ഒരു BLOയുടെ മെസ്സേജാണ്, അതൊന്ന് വായിക്കാവോ? അത് വായിച്ചത് എല്ലാവരും കേൾക്കേണ്ടതാണ്. അവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്, പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം ഡിജിറ്റലൈസ് ചെയ്യാൻ അനുവദിച്ച ദിവസം 3 ദിവസമാണ്. 700 വോട്ടറുള്ള ബൂത്താണെങ്കിലും 1500 വോട്ടർ ഉള്ള ബൂത്താണെങ്കിലും ഒരു BLO മാത്രമാണുള്ളത്. ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്യേണ്ടത് മൊബൈൽ ആപ്പ് വഴിയാണ്. ഇതുവരെ വെബ് ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടില്ല. 3 ദിവസം കൊണ്ട് തെറ്റുകൂടാതെ ഒരാൾക്ക് മൊബൈലിൽ 1500ഓളം വോട്ടർമാരുടെ വിവരങ്ങൾ ടൈപ്പ് ചെയ്യുക എന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിലുള്ള 2002 SIR വോട്ടർ പട്ടിക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഒറിജിനൽ പട്ടികയുടെ പകർപ്പല്ല, ഒരു എക്സ്ട്രാക്ട് മാത്രമാണ്. അതിൽ ഒരുപാട് പേരുടെ വിവരങ്ങളില്ല. ഒരു വോട്ടർ പട്ടികയാണെങ്കിൽ അതിലെ ഓരോ പേജിലും നിയോജക മണ്ഡലത്തിൻ്റെയും ബൂത്തിൻ്റെയും പേര് വിവരങ്ങൾ ഉണ്ടാകും. ഇതിൽ യാതൊരു വിവരങ്ങളും കൊടുത്തിട്ടില്ല. ഒറിജിനൽ 2002 SIR പട്ടികയുടെ പകർപ്പ് BLOമാർക്കോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കോ നൽകുകയോ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു SIR നടത്തുമ്പോൾ കൃത്യമായ ഡാറ്റ ലഭ്യമാക്കാൻ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്, പക്ഷേ അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഇത് നടപ്പാക്കരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഒരു സംസാരിക്കുന്നൊരു ചിത്രം തന്നെയാണിത്. സംസാരിക്കുന്ന ചിത്രമാണ്. ഇവരാണ് ഗ്രൗണ്ടിലുള്ള ആളുകൾ, ഇവർക്കാണ് എന്താണ് നടപടിക്രമങ്ങളെന്ന് അറിയുന്ന ആളുകൾ. അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ അടുത്ത് പറയുകയാണ്. ഇതെല്ലാം പ്രായോഗികമായിട്ട് ഉള്ള പ്രയാസങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു ഹാഫ് ബേക്ഡ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഇത് എന്തിനാണെന്നറിയില്ല, എന്തിനോ വേണ്ടിയിട്ട് വേവിക്കുന്ന വെള്ളം എന്ന് പറയണ പോലെ, ആർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സാമ്പാർ എന്ന് പറയണ പോലെ ആർക്ക് വേണ്ടിയിട്ടാണ് നടപ്പാക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ആരെയെല്ലാം പുറത്താക്കാൻ വേണ്ടിയിട്ട് നടപ്പാക്കുന്ന ഒരു പ്രക്രിയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അല്ല, നമ്മളിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരെയും കണ്ട്, കാര്യം 2 മണിക്ക് അവരുടെ കുടുംബാംഗങ്ങൾ ഇരുന്ന് ഇത് ചെയ്യുന്നത്, 2 മണി 3 മണി പുലർച്ചെ, എന്നിട്ടും തീരുന്നില്ല, വെളുപ്പിനെ പോവുകയും ചെയ്യേണ്ടി വരുന്നു. അതാ പറഞ്ഞത്, ആളുകളെല്ലാം ജനങ്ങളൊരു പാനിക് സിറ്റുവേഷനിലാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ ഒരു വോട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്ലെസ്നെസ് വരികയാണ്. ആ വോട്ടില്ലെങ്കിൽ പിന്നെ ഒരാളിനെ സംബന്ധിച്ച്, ഒരു പൗരനെ സംബന്ധിച്ച് എല്ലാം തീരുകയാണ് അതോടുകൂടി. ഞാൻ BLOമാരുടെ അവസ്ഥയാണ്. BLOമാർ അതാ പറഞ്ഞത്, ഈ BLOമാരുടെ പാനിക്കും അതേപോലെ തന്നെ പൗരന്മാരും പാനിക്കിലാണ്. പൗരന്മാരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ വോട്ട് ചേർത്തില്ലെങ്കിൽ, ഇപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ വോട്ട് പോകും എന്നുള്ളൊരു വലിയൊരു ഭീതിയിലാണ് എല്ലാവരും ഉള്ളത്. അതേപോലെ തന്നെയാണ് BLOമാർ. ഈ പറഞ്ഞ BLOമാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അടക്കമുള്ള BLOമാർ, ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 9 മണിക്ക് തിരിച്ചു കയറി വന്നിട്ട് അതിനുശേഷമാണ് ഈ രാത്രി 1 മണി 2 മണി വരെയുള്ള അവരുടെ ബാക്കിയുള്ള പണികൾ ചെയ്തണം. എന്നിട്ടാണ് രാവിലെ പിന്നെയും പോകുന്നത്. അപ്പോൾ ഇത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സമീപനം അവരോട് കാണിക്കാൻ, ദ്രോഹം കാണിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് ഈ ഒരു മാസം ശടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്, ആ ഒരു മാസം ഒന്ന് ശടിക്കുന്നതിൻ്റെ ഒരു ദുഷ്ടലാക്ക് എന്ന് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അത് ഈ പറയുന്ന ആളുകളെ കുറേ പേരെയെങ്കിലും ഇതിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവസാനമായി ചോദിക്കട്ടെ, എന്തിന് പിടിവാശി? അത് തന്നെയാണ് ഒരു ചോദ്യമല്ലേ? തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ ബോഡിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് അവരുടെ ജോലി എന്ന് പറയുന്നത് ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആ വോട്ട് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വോട്ടർ പട്ടികയിൽ ചേർക്കുക എന്നുള്ളതായിരിക്കണം അവരുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം. ആ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നതിന് പകരം ആ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ട് എങ്ങനെയെങ്കിലും കളയുക എന്നുള്ള ഉത്തരവാദിത്തത്തിലേക്ക് മാറിയോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഇപ്പോൾ വോട്ട് ചേർക്കുക എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം. അല്ലാതെ നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്നും അർഹരായവരെ പുറന്തള്ളുകയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ SIR കേരളത്തിൽ ഉടനടി നിർത്തിവെക്കണം എന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. ഇമ്രാൻ അൻസാരിക്കൊപ്പം D. ധനസുമോദ്, മീഡിയ 1, ഡൽഹി.